ഒരു ഫുട്ബോൾ താരത്തിന് ഒരു ജനതയെ എത്രത്തോളം സ്വാധീനിക്കാനാകും? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വിട്ട് തുർക്കിയിലേക്ക് എത്തിയ മുഹമ്മദ് സലാ ചരിത്രം മാറ്റിയെഴുതുകയാണ്. സലായെ വാങ്ങാൻ ചെലവാക്കിയ പണത്തിന്റെ നല്ലൊരു പങ്കും ഇപ്പോൾ തന്നെ തുർക്കി ക്ലബിന്റെ അക്കൗണ്ടിൽ തിരിച്ചെത്തി. ലിവർപൂൾ വിട്ട് പുതിയ തട്ടകം തെരഞ്ഞ മുഹമ്മദ് സലായെ ടീമിലെത്തിക്കാൻ 34 ദശലക്ഷം യൂറോയാണ് തുർക്കി ക്ലബ്ബ് ട്രാബ്സോൺസ്പോർ ചെലവഴിച്ചത്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 377 കോടിയോളം വരും. തുർക്കി ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. സല ക്ലബ്ബിൽ അരങ്ങേറ്റം കുറിക്കും മുൻപ് തന്നെ ജേഴ്സികൾക്കായി ആവശ്യക്കാർ ഇരച്ചെത്തിയപ്പോൾ ക്ലബ് ഉടമകൾക്ക് ലോട്ടറി അടിച്ചു. ഈജിപ്ഷ്യൻ നായകന്റെ പേരിൽ വിഖ്യാതമായ 10ാം നമ്പർ ജേഴ്സി ക്ലബ്ബ് ഇറക്കി. 17,000 ജേഴ്സികളാണ് ആദ്യ മണിക്കൂറിൽ തന്നെ വിറ്റുപോയത്. ജേഴ്സി വരുമാനത്തിന്റെ ഒരു ഭാഗം മുഹമ്മദ് സലാക്ക് ക്ലബ്ബ് നൽകുന്ന തരത്തിലാണ് കരാർ. സീസൺ ടിക്കറ്റുകളിലും റെക്കോർഡ് മാറ്റിത്തീർക്കുകയാണ് ട്രാബ്സോൺസ്പോർ ക്ലബ്ബ്. സീസൺ തുടങ്ങും മുൻപ് തന്നെ 17,000 സീസൺ ടിക്കറ്റുകൾ വിറ്റഴിച്ച റെക്കോർഡിലെത്തിയപ്പോൾ ക്ലബ്ബ് ആരാധകരോട് ആവശ്യപ്പെട്ട 25,000 എന്ന ടാർഗറ്റും പൂർത്തിയാക്കി കുതിക്കുകയാണ്. 34-കാരന് വേണ്ടി 377 കോടി ചെലവഴിച്ചതിൽ അത്ഭുതം കൊണ്ടവർക്ക് മുൻപിൽ വിപണിയെ ഞെട്ടിച്ച് മുന്നോട്ടു പോവുകയാണ് സലായും ക്ലബ്ബും. ഫുട്ബോളിൽ മാത്രമല്ല, തുർക്കിയുടെ സർവ്വ വാണിജ്യ മേഖലയിലും സലായുടെ വരവ് സ്വാധീനം ചെലുത്തുകയാണ്. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിൽ നിന്ന് തുർക്കിയിലെ ട്രാബ്സോണിലേക്ക് നേരിട്ട് വിമാന സർവീസ് തുടങ്ങിയിരിക്കുകയാണ് തുർക്കിഷ് എയർലൈൻസ്. ടൂറിസം മേഖല കൂടിയായ ട്രാബ്സോണിലേക്ക് വൻതോതിൽ ഈജിപ്തിലെയും അറബ് രാജ്യങ്ങളിലെയും ആളുകൾ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. സലായുടെ മത്സരം നേരിട്ട് കാണാനും സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ ഇരച്ചെത്തുകയാണ്. ഫുട്ബോളിലെ ഒരു കൂടുമാറ്റം ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാകുന്ന കാഴ്ചയാണ് തുർക്കിയിൽ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.